ഹാപ്പി ഹാപ്പിയുടെ ഹാപ്പി അതെ ഞാൻ തൃശ്ശൂര് പോവാ. തൃശ്ശൂർ പൂരം കാണാൻ പോവാ ആണെന്ന്. ഇന്ന് വൈകിട്ടാ തൃശ്ശൂർ പൂരം. അപ്പൊ ഞാൻ രാവിലെ പോവാ. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കുക. ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുക. ഞാൻ അളിയനെ വിളിച്ച് സെറ്റാക്കി ഒറ്റ പേറ്റി പോവാട്ടോ. ടാറ്റ. അത് പറയാനെ വിളിച്ച അളിയനെ പോയി പിക്ക് ചെയ്യണം. അളിയനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് നേരെ തൃശ്ശൂർ പോട്ടെ. ഇപ്പഴാണ് പറയുന്നത്. ഞാൻ ഇപ്പഴേ തീരുമാനിച്ചേനി. വരുന്നോ? ഭയങ്കര തിരക്കായിരിക്കും. അമ്മയ്ക്ക് വന്നേരം നിക്കാനൊന്നും പറ്റത്തില്ല. അച്ഛാ നല്ല ഉറക്കമാട്ടോ. പറഞ്ഞിട്ട് പോവാ. അച്ഛാ ഞാനേ പൂരത്തിന് പോവാ കേട്ടോ. കേട്ടാ? പോയിട്ട് വരാം. ഓക്കെ. ഇത്ര ഉള്ള എക്സ്പ്രഷൻ. ചാളുവേ രാവിലെ എഴുതിക്കുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം കേട്ടാ. ഞാൻ പൂരത്തിന് പോയിരുന്നു, ഒന്നും ഓർമ്മ കാണത്തില്ല. അപ്പിക്കത്തോ പോത്താ ഒറ്റടപ്പന്ന ഇവൻ ഇന്ന് ഇതിനകത്താണ് കിടന്ന് ഉറങ്ങിയത്. പോയിട്ട് വരാം. അമ്മയൊക്കെ കൊണ്ടുപോവായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്ക്, അവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് തന്നെ പോയ ഞാൻ ഇനി ഈ പോയ വരുമ്പോൾ തന്നെ തിരിച്ചു വരുമെന്തോ. ഇവന്റെ പോണ്ടത് അല്ല, ഭയങ്കര തിരക്കാ. ഈടി കൊണ്ട് പോകാട് വരും. ആലോകിട്ട് ചവിട്ടി തേക്കും ഇവിടെ കിടന്നുറങ്ങാതെ. ആനയെ കൊണ്ട് ആന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. നീ മനുഷ്യന് മനസ്സമാധാനമില്ലാതെ കണ്ടത് എന്തോ ഈ വെടിക്കെട്ടില്ലേ തൃശ്ശൂർ പൂരം. അത് ഓരോ ദിവസമായിട്ട് എങ്ങാണ്ടാ ഇത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവണ്ടല്ലേ ശ്രീതു, അവന് ഓടാൻ കാലോലും വയ്യ. അളിന് ഓടാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ ഓടി രക്ഷപ്പെടും. അവനെ നോക്കിക്കോളാം. തെങ്ങിനുണ്ടെങ്കിൽ വലിഞ്ഞു കയറാനും പറ്റൂല. പാവപ്പെട്ട ചെറുക്ക അവിടെ കിടന്ന് ഉറങ്ങിയതായിരുന്നു തൃശ്ശൂർ പൂരം. ഞാനമ്മ വിളിച്ചിളക്കിയത് പോവാന്ന് പറഞ്ഞിട്ട് പോവാ. ഒറ്റ മിനിറ്റ്. ഇപ്പൊ പോയതാ, പിന്നെ പോകത്തില്ല. രാവിലെ ആയവൻ എന്റെ മൈൻഡ് മാറും. വിളിക്കാം. പോട്ടെ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനി നേരെ പോയി അളിയനെ പിക്ക് ചെയ്യാട്ടോ. വീട്ടിൽ പറഞ്ഞു, അമ്മയടുത്ത് പറഞ്ഞായിരുന്നാ? അമ്മയടുത്ത് പറഞ്ഞു. അമ്മ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചു. ഞാൻ പറഞ്ഞു അമ്മ തൃശ്ശൂർ പൂരം കാണാൻ പോകും. എന്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു തൃശ്ശൂർ പൂരം. അയ്യോ, ഞാൻ പവർ ബാഗ് എടുത്തില്ല. വേറെ എങ്ങോട്ടേലും പോയാലോ? ഇല്ലടേ, പൂരം എന്ത് പൂരങ്ങളുടെ പൂരമാണ്. അതായത് പൂരത്തിന് ആയിട്ട് പൊളിക്കേ. ഇടി മേളോ. ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കോലമൊക്കെ, എന്റെ ഒന്നാമത്തെ കാലയില് സ്കൂവൊക്കെ കിടപ്പുണ്ട്. അത് അളിയന് ഓടാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു സീനുണ്ട് ചെറിയ. എന്തായാലും ഗൈസ്, ഫസ്റ്റ് ടൈം ആ പൂരത്തിന് പോകണം. ഞാൻ ഇതുവരെ പൂരം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എല്ലാ കൊല്ലവും പൂരത്തിന് പോകണം എന്ന് വിചാരിക്കും, പക്ഷെ ഇതുവരെ പോയിട്ടില്ല പൂരത്തിന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരത്തിന്റെ അന്നായിരിക്കും അറിയുന്നത് ഇന്ന് പൂരമാണത്. നീ വിളിച്ചു ചോദിച്ചപ്പോ ആരെ വിളിച്ചു ചോദിക്കുന്ന രാത്രിയിലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ കയറി സിനിമ കണ്ടോണ്ടിരുന്നേ. ചക്കവറ്റിലൊക്കെ എടുത്ത് കൊണ്ട് ഒരുത്തം വിളിക്കുന്നു. പൂരം കാണാൻ പോവാളി, പൂരം കാണാൻ പോകുന്നു. അളിയ ഇത് ഓർമ്മയുണ്ടോ അളിയ കട? ഞങ്ങള് ഗവി പോയപ്പോഴത്തേന് ഇവിടുന്ന് മന്തി തന്നെ. ഞാൻ കാണിക്കുന്നില്ല. അവിഞ്ഞെന്ന് പറഞ്ഞ അവിഞ്ഞ മന്തി. വീട്ടിന്റെ അവിടെ നിന്ന് ഏതാണ്ട് 180 കിലോമീറ്ററേ ഉള്ളൂ തൃശ്ശൂർക്ക്. നമുക്ക് ഏതാണ്ട് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കട്ടൻ കുടിക്കാൻ കേട്ടോ. ബായി ഇട്ട കട്ടന. ബായി കടിക്കാൻ. ഓ ഫ്രഷ്. ബ്രെഡ് ഓംലെറ്റ്. ഒരു കവർ ഇട്ടാ അതിനകത്ത്. എന്തോ കയ്പാ. ഈ കടയുടെ അടുത്ത് എല്ലാം നാശമാണല്ലോ വിളിയാ. അന്ന് വന്നും കിട്ടി പടി, ഇന്നും കിട്ടി. ഇത് അളിയന്റെ വാച്ച. ഇതിന്റെ മറ്റേ ഡബ്ബർ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ വേറൊരു ഡബ്ബർ എടുത്തിട്ട്, പഴയൊരു വാച്ചിന്റെ ഡബ്ബർ. അളിയന്റെ കയ്യില് രോമമില്ലല്ലേ. അളി ഷേവ് ചെയ്യോളിയാന്നു. ഇതെന്റെ കൈയൊക്കെ കരടി. പന്നിക്കുട്ടി. നമ്മള് കോട്ടയം റോഡ് ലെഫ്റ്റ്. ഇൻഡിക്കേറ്ററോടും കയ്യും കാണിക്കും ഞാൻ. ആ കോട്ടയം 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 കോട്ടയം.
അപ്പം നേരം പരമ്പര വെളുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ, ഒരു ഒറ്റ ഉറക്കം ഉറങ്ങി. അളി ഉറങ്ങി കളിയാ, വണ്ടി ഓടിച്ചോണ്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ഇങ്ങോട്ട് വന്ന വഴി എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഇടയ്ക്ക് വെച്ച് ഭയങ്കര സീനായിരുന്നു. ഹെൽമെറ്റും കോപ്പൊന്നുമില്ല. എന്റെ പൊന്നു ഗൈസ്, ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേന് ഒരു ആക്സിഡന്റ് എന്റെ ഫ്രണ്ടില് നടന്നു. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് സ്പ്ലെൻഡറിലേക്ക്. ദയവ് ചെയ്ത് സ്പ്ലെൻഡറിലൊന്നും ഓവർ സ്പീഡ് കാണിക്കാതിരിക്കുക. ചവിട്ടിയ ബ്രേക്കെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇത് ഒരു പഴയ ഒരു സ്പ്ലെൻഡർ ബൈക്ക്, ചവിട്ടിയാലും നിൽക്കൂല, ഒരൊറ്റ പോക്കായിരുന്നു. എൻ്റെ മുമ്പിൽ ഞാൻ ഒരു ആക്സിഡന്റ് കണ്ടു കേട്ടോ ഇന്നലെ. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ഇത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിക്കുക. ഏകദേശം നമ്മൾ തൃശ്ശൂർ എത്തി കേട്ടോ. തൃശ്ശൂർ റൗണ്ടിന്റെ അവിടെ കിടന്ന് റൗണ്ടിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരം കൊണ്ട്. ഇതേതാ ഈ വഴി? എല്ലായിടത്തും പോലീസൊക്കെ നിപ്പുണ്ട്, പക്ഷെ റോഡെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കോ. ഇതെല്ലാം ഇവിടുത്തെ കുഴപ്പം. ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കുക. എത്രാമത്തെ റൗണ്ട് അടിയാന്നറിയോ? ഏകദേശം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് നല്ല രസമുണ്ട്. ഫുള്ള് ഒരു സിനിമ രീതിയിൽ ഒരു ഇന്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷനും കെട്ടും ആ സാധനമൊക്കെ എടുത്തോണ്ട് വെച്ച് ഇതിനകത്ത് കേട്ടോ മെനു ഒക്കെ കൊണ്ടുവന്നത്. കൊള്ളാം. എന്തുകൊണ്ട് ഐറ്റം? ദിലീപ് പോത്തൻ. ഇതെന്ത് വിളിയ? ഇവരെയൊക്കെ തിന്നാൻ കിട്ടുന്നതാണോ? ഒരു സെറ്റ് മസാല ദോശ, ഒരു പൂരി, മധുരം കുറച്ച് 2 ചായ. ഓക്കെ. അതെ, നമുക്കിനി തൃശ്ശൂർ റൗണ്ടിൽ പോകണ്ടേ? അതെങ്ങനെ പോവും? നടന്നു. അല്ല, ഓട്ടോ വിളിക്കും. വണ്ടി പോകത്തില്ലല്ലേ? കാറ് എവിടെയെങ്കിലും ഇട്ടിട്ട് നടന്നുകൊണ്ട് വരും. വണ്ടി അങ്ങോട്ട് പോകത്തില്ല, പോലീസുകാർ കയറ്റി വിടത്തില്ല വണ്ടി. അളിയന്റെ ദോശ എത്തി, ഒന്ന് പിച്ചി തിന്ന് നോക്കാം കേട്ടോ. മൊരിഞ്ഞത് ചൂട് അത്ര ഇതില്ല കേട്ടോ. പൂരി കുഴപ്പമില്ല. മധുരം കുറച്ചൊരു ചായ കൊണ്ടുവരാൻ പറഞ്ഞതാ. 2 കിലോ അങ്ങ് കിട്ടുക. അവൻ ഒത്തിരി സ്നേഹം കാണിച്ചു തന്നു. കുടിക്കാൻ പോയി, ഒത്തിരി മധുരം. നമുക്ക് റൂമൊന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിന്റെ സൈഡിൽ കൂടെ കോര നടക്കുക. ഈ തൃശ്ശൂർ റൗണ്ടിന്റെ അങ്ങോട്ടേക്ക് വണ്ടി വിടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരിടത്ത് നിന്ന് അപ്പുറ സൈഡ് പോവും, പിന്നെ തിരിച്ച് കറങ്ങി ആ സൈഡ് തന്നെ പിന്നെ വരും. അങ്ങനെ ഒരു 3-4 വട്ടം കറങ്ങി. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് റൂം അവൈലബിൾ അല്ല. റൂംസ് അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി ദൂരെ പോകണം. ഏതാണ്ട് ഒരു 1 അവർ അടുപ്പിച്ച് ഡ്രൈവ് ചെയ്ത് ദൂരെ പോയാലേ റൂമൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ പോയിട്ടും തിരിച്ചു വരുമ്പോഴത്തേന് പിന്നെ ലേറ്റ് ആവും. വണ്ടി ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അളിയന് അപ്പിയിടാൻ മുട്ടുന്നു, അതുകൊണ്ട് അപ്പിയിടാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഹൗ വാസ് ദ തൃശ്ശൂർ റൗണ്ട് എക്സ്പീരിയൻസ്? വരുമ്പം കുറച്ച് മുമ്പേ പ്ലാൻ ചെയ്യണം, കാരണം റൂമൊക്കെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം വരാൻ. ഇവിടുത്തെ റൂമൊക്കെ 1 മാസം മുമ്പേ എല്ലാം ഫില്ലായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓട്ടോക്കാരുടെ ചോദിച്ച സമയത്ത് അവരെല്ലാം പറഞ്ഞതാണ് 1 മാസം മുമ്പേ സംഭവം എല്ലാം ഫില്ലാവും. നമ്മളിപ്പോൾ വന്നിട്ട് റൂം വെച്ച് ഇവിടെ അങ്ങ് ഒന്നും കിട്ടത്തില്ല. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരിക്കും ഒറ്റ മെയിൻറ്റി ഒന്ന് അളിയ വീട്ടിൽ കിടന്ന് ചക്കവറ്റിൽ നിന്ന് കിടന്ന കണ്ടടയും. അളിയ നമ്മൾ വണ്ടി എവിടെ ഇട്ടേന്നറിയാവോ? അങ്ങല്ലേ, വന്ന വഴി മറക്കല്ലേ. വെയിലെങ്ങനെ ഉണ്ടോ അളിയ? വെയിൽ വിഷയളിയ. സമയം 11:30 ആയതോ കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങളെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. വണ്ടിക്കകത്ത് ഇരുന്നിരുന്ന് മടുത്തു. കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. റൂമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി വൈകുന്നേരം വരെ ഈ ഒരു നിപ്പ് നിൽക്കണം, അതാണ് ഒരു ബുദ്ധിമുട്ട്. പൂരം കണ്ടിട്ടില്ല ഇതുവരെ. അതെന്നിട്ട് നമ്മൾ ഇത്രയും രാവിലെ ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാലേ, രാവിലെ വന്നേ പറ്റത്തുള്ളൂ, അല്ലേ വണ്ടി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ കറക്റ്റ് റിവ്യൂ ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കറക്റ്റ് കാര്യം ഞാൻ പറയാം. ഒറ്റ മൈൻഡിൽ ഒരിക്കലും വരരുത്. പൂരം കാണാൻ എപ്പോ വരണം? ഒറ്റ മൈൻഡിൽ വരേ ചെയ്യരുത്. നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഇതുപോലെ ആവും. എനിക്കാണെങ്കിൽ കറുത്ത ഉടുപ്പ് കൊടുത്തിട്ടേ നിൽക്കാൻ മുഴുവൻ എന്തൊക്കെ ഇടിയേ അടി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ. എനിക്കൊരു നരതണ്ടി തോണം കുടിക്കാം. തുടങ്ങിയോ? നാളെ വൈകുന്നേരം വരെ പൂരം. ഇപ്പൊ എന്തൊക്കെയാ കഴിഞ്ഞത്? ഇന്നലെ സാമ്പിൾ കഴിഞ്ഞു, ഇന്നലെ വൈകുന്നേരം സമയം കഴിഞ്ഞു. ഇന്ന് പൂരം മെയിൻ. എത്ര മണിക്ക് തുടങ്ങും? കാലോട്ടോ? കാലത്ത് തുടങ്ങും. കാലത്ത് രാവിലെ തൊട്ട്? പൊക്കോ, അല്ലെങ്കിൽ സ്ഥലം കിട്ടില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ, വൻ ക്രൗഡ്.
എനിക്ക് കറക്റ്റ് ആറ്റുകാല് പൊങ്കാല ഓർമ്മ വരുന്നു. പൊങ്കാലയ്ക്ക് ഇതുപോലെ ആളാ. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്, എനിക്ക് ഒന്നും അറിയത്തുമില്ല. അതിൻ്റെ ഒട്ട വെയിലും ഇവിടെ എന്തൊക്കെയോ നടക്കും, എന്തിനാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സാധനം നിരന്ന് നിൽക്കുന്ന നോക്കിയേ, കിട്ടില്ല. ടെമ്പിളിനകത്ത് ഒരു ആനയുണ്ട് കേട്ടോ. ആന വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ പാവക്കുട്ടി മേടിക്കാട്ടോ അവന് കടിക്കാൻ. 100 എല്ലാം 100. ആമ 100, ആന 100. ആമ വേണോ ആന വേണോ? ഞാൻ ആരോ കേട്ടാ അറിഞ്ഞ് പറ്റിച്ചേരും കേട്ടല്ലേ. എനിക്ക് നല്ല സൂപ്പറടി കൊല്ലത്തിട്ട് എനിക്ക് ഇവിടെ ഒന്നും അടി മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആനേനെ മേടിക്കാം. കൊള്ളാല്ലേ, മൂടൊക്കെ ഉണ്ട് സെറ്റ്. ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊരു ഫുഡും കിട്ടത്തില്ല. എല്ലാ കട അളവാ. കഞ്ഞി ഉണ്ടായിരുന്നു, എരിശോരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. സത്യത്തിലേ TV കാണുന്ന പൂരവും നേരിട്ട് കാണുന്ന പൂരം 2 നേരിട്ട് വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നതാണ്. അല്ലാതെ കാണുമ്പോൾ നല്ല രസമാണ്. ഈ കുട വരുന്നു, ആന വരുന്നു, എല്ലാം പെട്ടെന്ന് നടക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും കേട്ടോ. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 4:30 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറെ ഒരു നിവൃത്തിയില്ല. ഇത്ര നേരം കാറി കയറി കിടന്ന് ഉറങ്ങി. AC ഇട്ട് വണ്ടിയുടെ പകുതി എണ്ണ തീർന്നു. തിരിച്ചു പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം. കുറെ ഉപ്പിലിട്ട സാധനം ഉണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ മേടിക്കാം. ഇത് മാങ്ങയില്ല ചേട്ടാ, എന്തിനത് പേരറിയാത്തൊരു സാധനം കേട്ടോ. ചേട്ടൻ പറഞ്ഞയുടെ പേര് സായിപ്പേലി. ഇനി ഇവിടെ എന്തിനാ പറയുന്നത് സായിപ്പേലിക്ക്? എന്ത് നെല്ലിക്ക? അരിനെല്ലിക്ക. നമ്മുടെ അവിടെ സായിപ്പ് നെല്ലി. ഒരു അരിനെല്ലിക്ക, പൈനാപ്പിള്. ഇതിന്റെ പേരറിയത്തില്ലല്ലേ? ടേസ്റ്റ് ഉണ്ടാ? ആണോ? പൂരം കാണാൻ പോണില്ലേ? ഞാന് ഇവിടെ ഞാൻ നേരത്തെ പോയ ഷോപ്പിലും ആ ചേച്ചിയും പോണില്ല എന്ന് പറഞ്ഞു. അവർക്ക് നിങ്ങൾക്ക് വലിയൊരു ഇതില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടത്തുള്ള ആൾക്കാരാണ് തോന്നുന്നു കൂടുതൽ വരുന്നത്. വരുത്തന്മാരാണ് കൂടുതൽ വരുന്നത്. നമുക്കാണ് പൂരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇത്. ഇവർക്ക് പറയുമ്പോൾ ഒരു നോർമൽ സംഭവമായിട്ട് ഇവർക്കുള്ളത് അല്ലേ? നാളെ ഉണ്ട്. തൃശ്ശൂർക്കാർക്ക് നാളെയാണ്. ഓക്കെ, ഇത് നമ്മക്കുള്ളതാ. ഇതെടുക്കാം. 2 നമ്മളാണ് ശരിക്കും ഇവിടെ പൂരം ആക്കുന്നത് കേട്ടോ. ഇതെന്തോ പേരറിയാത്തൊരു സാധനം പറഞ്ഞ നല്ല ടേസ്റ്റ്. ഇത് സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം. ഇത് സാധനം കൈസ് കഞ്ചാവ്. വെള്ളത്തിൽ മുക്കി അടിക്കുന്ന സാധനം കേട്ടോ. ഇത് എന്തൊരു 24 മണിക്കൂർ ഇത് വെള്ളത്തിൽ വെച്ചാൽ പച്ചയാവും അല്ലേ? ഓ, പച്ചയല്ലേ കേട്ടോ. യൂസ് പ്ലാന്റ് കിത്തന? 40 rupees. നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല കേട്ടോ, ഇത് പ്ലാന്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെയൊക്കെ കമ്മൽ ഇഷ്ടാവുമോ എന്തോ. ലവ് ചിഹ്ന ഉള്ളത് അളിയൻ്റെ അമ്മയ്ക്ക് കൊടുക്കും, അവിടുത്തെ അമ്മയ്ക്ക് കൊടുക്കും. ആൻറ്റി ഇടൂലേ? എൻ്റെ അമ്മ ഇടും. പ്രാശനാ, ഫുൾ പ്രാശൻ. അയ്യോ, ഇതൊക്കെ കൊണ്ടുപോടുന്ന ഭയങ്കര ഇഷ്ടം. അളി ഇത് കൊള്ളാം. പൊളിയാ. ചന്ദ്രക്കലയെ കൊണ്ട് ഇതും കൊള്ളാം അല്ലേ? എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന സൈസ് വേണം. ഏതെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രണവ്. ഭഗവാൻ ഈശ്വരായി മോന്റെ കൈ നോക്കി മുഖം തെളിഞ്ഞ് സന്തോഷപ്പെട്ടു. ഈ കൈ നോക്കി എല്ലാ കാര്യങ്ങളും വരാൻ പോണതും കഴിഞ്ഞു. തത്തയുണ്ട്. നോക്കി ലക്ഷണം പറഞ്ഞു 100 എടുക്കുമ്പോ മടിക്കണ്ടാട്ടാ.
100 രൂപ. ആ മോന് എത്ര പൈസ? ആവട്ടെ. എത്ര പൈസ? ആ നോക്കി പറ, കൈ നോക്കി പറ. ഈ കിടക്കുന്നത് ആയുസാണ് മോന്. ഏതാ ഈ വലിയവരെയോ? ആ ഇത് 88 വരെ ഉണ്ട് ആയുസ്. 88? അത്ര ഉള്ളോ? തീരുമാനിക്കാൻ ഈശ്വരനാണ്. രേഖയിലുള്ള ഫലമാണ് പറഞ്ഞത്. ഈ കിടക്കുന്നത് മോന് ഭാഗ്യരേഖ, അത് ധനരേഖയാ. വിചാരിച്ചറിയാത്ത കാര്യങ്ങളൊക്കെ സാധിക്കാത്ത കാര്യങ്ങളും സാധിച്ചു വരാനുള്ള യോഗം 3 മാസം കൊണ്ട് ഉണ്ട്. 3 മാസം കൊണ്ട്. ഈ കിടക്കുന്നത് ധനരേഖ. ഒന്നും വിചാരിച്ചറിയാത്ത സ്വത്തും മുതൽ ധനങ്ങളൊക്കെ വർദ്ധിക്കണം. ആള് നഷ്ടം എന്റേത് മോനെ മുതൽ നഷ്ടം നീങ്ങിയിരിക്കാൻ യോഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. അച്ഛന്റെ അമ്മേന്റെ ഒന്നും സ്വഭാവമല്ല, അച്ഛന്റെ സ്വഭാവം. അച്ഛന്റെ പേര് പറഞ്ഞ് പുറത്തു പോയ ഒരു സീറ്റ് ഉണ്ട്. ആ പൊരുത്തം മോന് മരണം വരെ കിട്ടും. സീറ്റ് പറഞ്ഞ കാറിന്റെ ബസ്സിന്റെ സീറ്റല്ല, അച്ഛന്റെ പേര് പറഞ്ഞ് പുറത്ത് നിലയും ബഹുമാനം. ഈ കിടക്കുന്ന മോന് ബുദ്ധിയാ. ഈ ബുദ്ധി കാര്യങ്ങളൊക്കെ ഇല്ല. ഇല്ലേ ലേശം കൗതുകം കൂടുതലാ. അതാ കൂട്ടുകെട്ട് ചങ്ങായിക്കെട്ട് നന്നല്ല, ചതിക്കാനുള്ള ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. തോറ്റുകെട്ട് കഴിയില്ല, മുഷിഞ്ഞ് കഴിയില്ല, എകർന്ന് കയ്യും തെളിയും. 10 ആൾക്ക് കുട്ടിയൊരു മേധാളക്കാരനാണ്. അച്ഛനമ്മ സമ്പാദിച്ച മുതലും മോൻ കാത്തിരിക്കില്ല. എനിക്കുണ്ടെങ്കിൽ എനിക്ക് മതി, മറ്റാളൊന്നും വേണ്ടാന്നുള്ള വിചാരം. സത്യം. കൂട്ടുകെട്ട് ചങ്ങായിക്കെട്ട് ഒരു ഫ്രണ്ട്സ് മോനെ മരണം വരെ സപ്പോർട്ട് ചെയ്യും. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ചങ്ങായി മരണം വരെ സപ്പോർട്ട് ചെയ്യും. മോന് അകലക്കണ്ട യാത്രയ്ക്കൊക്കെ ഫലമുണ്ട് കേട്ടോ. വിദേശ യാത്രയ്ക്കൊക്കെ പോകാൻ യോഗമുണ്ട്. ജാതി മതം മോനില്ല. എല്ലാ ജാതി എല്ലാ മതവും എല്ലാ ദൈവം ഒരുപോലെ. നേരെ പോന്നുള്ള വിചാരം. സർക്കാർ ജോലി ഉണ്ടോ? സർക്കാർ ജോലി കിട്ടിയിരിക്കാൻ യോഗമൊക്കെ മോനുണ്ട്. വിദ്യ ഇല്ലെങ്കിലും ബുദ്ധി കൊണ്ട് മോൻ വിജയിച്ചു വരും എവിടെ പോയാലും. സ്വന്തമായ വീട് വാഹനം ഭവനൊക്കെ എടുക്കാൻ ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും മോൻ കുഴങ്ങില്ല. അച്ഛന്റെ തറവാട് നിറഞ്ഞ കുടുംബമുണ്ട്. കണ്ണിനോടെടുക്കും, കാര്യം വന്നാൽ പിന്മാറും. അമ്മ കുടുംബം മഴക്കാറിന്റെ ഉള്ളിൽ മേഘം പറ്റ പോലെയാണ്. ഗുണവുമില്ല ദോഷവുമില്ല, തന്നിരിക്കുക പരിവുമില്ല. ഒത്തിരി കാര്യം പറയാനുണ്ട്. തത്തയെ വിളിച്ചു നോക്കണമെങ്കിൽ വേറെ 50 രൂപ എടുത്താ. വേറെ 80? തത്തയെ വിളിക്കാൻ വേറെ 50? ഇത് 100 രൂപയുള്ളൂ. കൈ നോക്കിയാൽ 100 തത്ത പെട്ട് 50 വേണം മോനെ. വേണ്ട തത്ത പറക്കൂ. വേണ്ട, തുറക്കണ്ടേ? ഗൂഗിൾ പേ ഉണ്ടോ? തത്തക്ക് ഗൂഗിൾ പേ ഉണ്ടോ കേട്ടോ? ഞാൻ കൈ കഴിഞ്ഞോട്ട് ഞാൻ കുറച്ച് ഫലം പറയാം. എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. പിന്നെ ചേച്ചി ജീവിക്കാതിരിക്കുമല്ലേ, ആരും കൈ കാണിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കാണിക്കാന്ന് വെച്ചു. പാവം. ചേച്ചി പറയുന്നതിന് 100 രൂപ, തത്തയും കൂടെ പറയുന്നതിന് 150 രൂപ. ബിസിനസ്. ഭയങ്കര വെയിലും വെടി ഒച്ച. ഇവിടെ നിന്ന് ആനയുടെ ബാക്കേ കാണത്തുള്ളൂ. നമുക്ക് അപ്പർ സൈഡ് പോകണം. കയറാൻ പറ്റുമോ നോക്കാം.
എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു ചന്ദ്രമണം കേട്ടിട്ടില്ല. അമ്മായിരിപ്പോഴും ആനയൊക്കെ നോക്കി. ഞാൻ ആനയുടെ കീഴിലാട്ടോ ഇവിടെ ബ്ലോഗൊക്കെ എങ്ങനെ എടുത്തത് എനിക്കൊരു ഐഡിയ ഇല്ല. സീരിയസ്ലി കളിയിലൊക്കെ എന്ത് ചെയ്യും? ഹായ് ഹായ് ഹായ്. എവിടെയുണ്ട്? ഇതുപോലെ വിഷയമായിരുന്നു കേട്ടോ. ഞാൻ പറയാല്ലേ സീരിയസ്ലി എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ബ്രോ ചോരയോ ഇടി കിട്ടിയോ? എല്ലാവർക്കും പരിക്കട്ടുണ്ടല്ലേ? അത് സാധാരണ. എനിക്ക് ഭാഗ്യത്തിനൊന്നും കിട്ടിയില്ല. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പൂര എങ്ങനെയുണ്ട്? പൂര അടിപൊളി വിഷയം. പക്ഷെ അളിയൻ എവിടെയൊന്നും കാണുന്നില്ല. അളിയൻ മിസ്സിങ്. അളിയാ പൂര എങ്ങനെ ഉണ്ടായിരുന്നു അളിയാ? എന്തോ കിടില് വരുന്നറിയോ? ഞാൻ ഫ്രണ്ടിൽ കയറി പോയി. എന്റെ പോയ സീനായിരുന്നു. ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു ചെണ്ടവളം കേട്ടിട്ടില്ല. അമ്മാതിരി വിഷയമായിരുന്നു. നമുക്ക് അവിടെ നിൽക്കുമ്പോഴേ ഹാർട്ട് ബീറ്റ് കൂടുകയാ. തന്നെ ഹാർട്ട് ബീറ്റ് കൂടും. സീനായിരുന്നു. ഞാൻ ആനയുടെ കീഴിൽ നിന്നത് ഞാൻ കണ്ട്. ഞാൻ അതിന്റെ തൊട്ട് പുറകെ പോണ്ടായിരുന്നു. ബാക്കില എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. എത്ര മണിക്കൂറിട്ട് പൊട്ടിന്ന് അറിയാവോ? അവരെ എനർജി സമ്മതിക്കണോ അളിയാ? എനിക്ക് പക്ഷെ ഫ്രണ്ടിലോട്ട് അത് കാണാൻ പറ്റില്ല. ബാക്കി ഇത് കയറി വരാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി കയറിപ്പോയി. എനിക്ക് അറിയില്ല. അത്ര പറ്റും. ആനയുടെ ഈ സൈഡ് ആയിപ്പോയി. എനിക്ക് ഇങ്ങനെ കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഒറ്റ പോകും പോയി. എനിക്ക് കുറെ ഇടിയെ കിട്ടി. മുതുവത്തുനിന്ന് എന്റെ കൂടിയൊക്കെ ഇടിയെ കിട്ടി. നല്ല ഇടി കിട്ടി കേട്ടോ. എന്റെ അപ്പുറത്തുനിന്ന് ഒരുത്തിന് ചുണ്ട് കുട്ടി ചോര വരുന്നു. ഞാൻ നോക്കിയപ്പോ കൈയൊക്കെ ഇങ്ങനെ മോന്ത പൊളക്കുകയും കിട്ടും. വെള്ളം കുടിക്കാൻ കുറച്ചേരം ഇരിക്കാം. ആലായാൽ തര വേണം, അടുത്തോരമ്പലം വേണം, ഹാലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തര വേണം, അടുത്തോരമ്പലം വേണം, ഹാലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്ത് ചന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്ത് ചന്താമര വേണം. കുളിച്ചു ചെന്നകം പൂക്കാൻ ചന്ദനം വേണം. ആലായാൽ തര വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക കേട്ടോ. കമ്പക്കെട്ട് കാണാൻ പറ്റിയിട്ടില്ല. അത് 4 മണിക്കാണ്. മെയിൻ നമുക്ക് ആദ്യമേ വന്നതൊരു ഫ്ലോപ്പ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ കിട്ടിയില്ല ഗൈസ്. സ്റ്റേ കിട്ടാഞ്ഞതിലാണ് ഇത്രയും ഒരു പ്രശ്നം പറ്റിപ്പോയത്. നമ്മൾ ഇത്രയും ടയേർഡായതിൻ്റെ കാരണം നമുക്ക് സ്റ്റേ കിട്ടാഞ്ഞതിലാണ്. നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനും നമുക്ക് പറ്റുമായിരുന്നു. അല്ലെങ്കിൽ രാവിലെ പോയാൽ കഴിച്ച ഫുഡിലായിരുന്നു. പിന്നെ പോയി ഫുഡും കഴിച്ചില്ല. കടയൊന്നും ഒരൊറ്റ കടകളോ പോലും ഇല്ല കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പുറത്തു പോകും കാറി വന്നിരിക്കും. ഭയങ്കര മടുപ്പായിപ്പോയി ശരിക്കും. അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ വരാൻ പറ്റുന്നതല്ല തൃശ്ശൂർ പൂരത്തിന് ഒറ്റ മൈൻഡിൽ വരില്ല ഇല്ലേ? നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ മുമ്പേ റൂംസൊക്കെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആവും. പിന്നെ നമുക്ക് റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി നിന്നിട്ട് നമുക്ക് അങ്ങനെ ആണെങ്കിൽ അടിപൊളിയാണ്. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമുക്ക് അറിയത്തില്ല, മെയിനായിട്ട് നമുക്കൊരു സംഭവം നമുക്ക് അറിയത്തില്ല. നമ്മൾ അവിടെ ഇവിടെ ഫുൾ ഇങ്ങനെ കറങ്ങി കിടന്ന് ആലിഞ്ഞ് തിരിഞ്ഞ് ഇല്ലേ? നമ്മൾ ഒരു നേരം വെറുതെ ഇരുന്നില്ല. അങ്ങനെ അങ്ങ് മടുത്ത്. ശരിക്കും കമ്പക്കെട്ട് കാണണമെന്നുണ്ടായിരുന്നു കേസ്. പക്ഷെ വയ്യ, തീരെ വയ്യ. അപ്പൊ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാ സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നേ, സമയം ഏതാണ്ട് 1 മണി ആയി കേട്ടോ. അവിടുന്ന് ഒരു ഒറ്റ വിടല് വിട്ടതാണ്. എങ്ങും നിർത്തിയില്ല. നേരെ വീട്ടിൽ പോവാം. കാണായിരുന്നു കണ്ടതിന്റെ സ്നേഹം അവര്. അയ്യോ മതി അങ്ങോട്ട് വരുവാ വണ്ടിയൊക്കെ അള്ളി. എന്റെ ആപ്പിക്കുട്ടൻ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് നോക്ക്. എന്റെ കളിപ്പാട്ടം ആപ്പിക്കുട്ടന്. അയ്യോ വരുന്നടാ പൊന്ന വരുവാ. ഞാൻ വരുവാടാ.
എന്റെ കൈ സാധനം ഇരിക്കുന്നുടാ. വരുവാ എന്നാ പിടി. പൂരമൊക്കെ അടിപൊളിയായിരുന്നു. കണ്ട പൊട്ട വെയിലാന്ന് പറയുന്നുണ്ട്. ഓ ഒട്ട വെയിലായിരുന്നു. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് റൂം കിട്ടിയില്ല. നമുക്ക് അവിടെ റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പേ അത് ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ റൂം കിട്ടത്തുള്ളൂ. സീസൺ സമയത്ത് കിട്ടത്തില്ല. എൻ്റെ ഫോൺ ഇടയ്ക്ക് വെച്ച് ഓഫായി. എനിക്ക് അതുകൊണ്ട് ഫുട്ടേജ് എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് വന്നു. മെയിനായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒരു ഫോൺ മാത്രമേ കൈ വെച്ചുള്ളായിരുന്നു. പോക്കറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സാവും, കളഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മൈക്ക് പോലും ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു. നമ്മൾ ടി വി കാണുന്ന പൂരമൊന്നും അല്ല പൂരം. പക്ഷെ ചെണ്ട വേണം, പൊന്നോ വെടിക്കട്ട. ചെണ്ടമേളം പോലെ ഞാൻ ഇന്ന് വരെ കേട്ടില്ല അങ്ങനെ ഒരു മേളം. അത്രയ്ക്ക് അടിപൊളിയാ. ഹാപ്പിക്കുട്ടനെ ഞാൻ ആന മേടിച്ചിട്ട് വന്നു. ഹാപ്പിക്കുട്ടോ ഓ അയ്യോ കൊത്തിച്ചേട്ടൻ മേടിച്ചിട്ടുണ്ടോ? അയ്യോ അത് ഇന്ന് തന്നെ റെഡി ആക്കാ കൊണ്ടുപോകണമൊക്കെ. അയ്യോ അത് കഴിച്ചില്ലാണ്ടാക്കാവേ. അമ്മക്ക് കമ്മല് കൊള്ളാവോ? അത് ഇച്ചിരി കൂടെ പരന്ന സൈസ്. അച്ഛന് പൊരി വേണ്ടേ? അവരുടെ കളി തുടങ്ങി. പക്ഷെ എനിക്ക് എല്ലാം നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അതിൽ വിഷമമുണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു തിരക്കിൽ എനിക്ക് അങ്ങനെ വ്ളോഗ് ചെയ്യാനും പറ്റും. ഞാൻ എങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. സീരിയസ് ആയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നത്. അത്രയും റഷിൻ്റെ ഇടയിൽ ഭയങ്കര പാടാ. ശരിക്കും എൻ്റെ ഒരുപാട് വന്നു കേട്ടോ. അപ്പം എന്തായാലും ഒരു കിടിലം തൃശ്ശൂർ പൂരം ദിവസം തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് പൂരത്തിന് പോണത്. എന്തായാലും ഒരു കിടിക്കാച്ചി പൂരം തന്നെ ആയിരുന്നു. വീട്ടിൽ വന്ന് കയറി ഇനി പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ. വയ്യ, തീരെ വയ്യ, പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ.